പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ഓൾറെഡി WWE ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എലിമിനേഷൻ ചേംബറിനെ സംബന്ധിച്ചുള്ള വമ്പൻ റിസൾട്ടിൻ്റെ ഒരു സൂചന ലീക്കായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. എന്തുകൊണ്ട് സ്മാക്ഡൗൺ എപ്പിസോഡ് മുൻകൂട്ടി ഷൂട്ട് ചെയ്തു വെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് എലിമിനേഷൻ ചേംബർ നടക്കാൻ പോകുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ശനിയാഴ്ച നടക്കാൻ പോകുന്ന പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബർ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയും അമേരിക്കയിലും തമ്മിലുള്ള ആ ഒരു ടൈം ഡിഫറൻസ് മൂലം സ്മാക്ഡൗൺ എപ്പിസോഡ് അവർക്ക് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്. ആ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് LA Knight തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരമായിരുന്നു നടന്നത്. ആ ഒരു മത്സരത്തിന് ശേഷം മെൻസ് എലിമിനേഷൻ ചേംബറിൽ പങ്കെടുക്കുന്ന 6 റെസ്ലേഴ്സും തമ്മിലുള്ള ഒരു ബ്രൗൾ ഉണ്ടായിരുന്നു. ആ ഒരു ബ്രൗളിൻ്റെ അവസാനം ഡ്രൂ മാക്കൻറ്റയറിനെ RKO ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് അവർ ആ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റ് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, WWE സ്റ്റോറി ലൈനുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു റെസ്ലറിനെ ആധിപത്യം പുലർത്തി അവർ ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ആ ഒരു റെസ്ലർ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റാൻഡി ഓർട്ടൺ എലിമിനേഷൻ ചേംബറിൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതായത് വിജയ സാധ്യത ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന ഒരു ചോദ്യം ആര് വിജയിക്കുമെന്നാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രൂ മാക്കൻറ്റയറിൻ്റെ പേര് പറയാം, LA Knightൻ്റെ പേരും പറയാം. പക്ഷേ റാൻഡി ഓർട്ടൺ വിജയിച്ച് കാണാനാണ് ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് സെത്ത് തമ്മിലുള്ള മത്സരം ഇതിനോടകം തന്നെ 2-ലധികം തവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു അപ്ഡേറ്റുകൾ അനുസരിച്ച് റാൻഡി ഓർട്ടൻ്റെ വിജയ സാധ്യത കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ പോകുന്ന ഈ ഒരു മെൻസ് നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ ആര് വിജയിക്കാനാണ് സാധ്യത എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.